ഉത്തരവാദിത്വം. അത് പ്രശ്നങ്ങളെ നേരിടാനുള്ള ആർജവം കാണിക്കുകയാണ് സർ വേണ്ടത്. ഇതിൽ വിമർശനം വന്നു ഇടതുപക്ഷക്കാരായ ഡോക്ടർമാരെ തന്നെ മന്ത്രിയുടെ ഫേസ്ബുക്കിന് താഴെ കുറിപ്പിടാൻ തുടങ്ങിയപ്പോ മന്ത്രിക്ക് മലക്കം മറിയേണ്ടി വന്നു. അതിൽ 18 റിപ്പോർട്ടിന്റെ തലപ്പ് വെട്ടിയിട്ടാണ് ഫേസ്ബുക്കിൽ ഇട്ടത്. അതൊന്നും ഒരു ശരിയായ രീതിയല്ലല്ലോ. 18 റിപ്പോർട്ട് വന്നത്, പക്ഷെ അതിന്റെ ഹെഡിങ് വെട്ടിയിട്ടാണ് ഇത് ഫേസ്ബുക്കിൽ ഇട്ടത്. അപ്പോ സർ, ഈ കേരളത്തിലെ ആരോഗ്യരംഗം പരിതാപകരമായ അവസ്ഥയിലാണെന്ന് ആർക്കാ അറിയാത്തത്? ഇവിടെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഒരു വെളിപ്പെടുത്തലുണ്ട്. ഹാരിസ് ചിറക്കൽ മനസ്സിൽ ഇടതുപക്ഷ ആദർശമുള്ളയാളാണ്. അദ്ദേഹം തന്നെ പറയുന്ന അച്യുതാനന്ദനും പിണറായിയും ഒക്കെ എനിക്ക് ദൈവതുല്യരാണ് എന്നൊക്കെ പറയുന്ന ഹാരിസ് ചിറക്കൽ എന്താ അവസാനം പറഞ്ഞ്? പിരിവെടുത്തും ഇരന്നു വാങ്ങിയും ഞാൻ മടുത്തുപോയി സർ. ശസ്ത്രക്രിയക്ക് ആവശ്യമായ സാധനങ്ങൾ സർക്കാർ തരുന്നില്ല. വേദന കൊണ്ട് പൊളയുന്ന രോഗിയോട് ശസ്ത്രക്രിയ ഇനി ഞാൻ എങ്ങനെ മാറ്റിവെക്കും എന്ന് ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന സാധാരണക്കാരുടെ ഡോക്ടർ, ഒരാർഭാടവുമില്ലാത്ത സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ഒരു യൂറോളജി മേധാവിയെ നമ്മൾ കാണുകയാണ്. ആ ഡോക്ടറെ ആദ്യം അത് പറഞ്ഞേ നിങ്ങൾ ബത്സിക്കാനാണ് നോക്കിയത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇനി പറയാതെ വയ്യ. ഭയത്തേക്കാൾ വലുത് രോഗികളോടുള്ള കടപ്പാടാണ്. എന്താണ് ഭയം? ഇത് പറഞ്ഞ ഞാൻ ചിലത് നേരിടേണ്ടി വരും എന്ന് എനിക്കറിയാം. പക്ഷെ ആ ഭയമല്ല പ്രശ്നം. എന്റെ പ്രശ്നം രോഗികളോടുള്ള കടപ്പാടാണെന്ന് പറഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഡോക്ടറാണ് ശ്രീ ഹാരിസ് ചിറക്കൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ രേഖാചിത്രമാണ് ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തലിലൂടെ നമ്മൾ കണ്ടത്. മൂത്രാശയത്തിന്റെ കല്ല് പൊടിക്കാനുള്ള ഉപകരണം ഇവിടുത്തെ എല്ലാ ആശുപത്രിയും ഭയങ്കര ഗംഭീരാക്കി എന്നാ പറഞ്ഞത്. മൂത്രാശയത്തിന്റെ കല്ല് പൊടിക്കാനുള്ള ഉപകരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇല്ല, അതുണ്ടായില്ല. വിദ്യാർത്ഥിയായ ഒരു രോഗിയുടെ ശസ്ത്രക്രിയ പലതവണ മാറ്റിവെച്ചു. ഉപകരണം ഇന്ന് വരും, നാളെ വരും, എന്റെ കല്ല് അപ്പം പൊടിച്ചു തരാന്ന് പറഞ്ഞിട്ട് പലതവണ മാറ്റിവെച്ചു. പക്ഷേ ചികിത്സ നടത്താൻ, ശസ്ത്രക്രിയ നടത്താൻ സാധിക്കുന്നില്ല. അത് ഹാരിസിനെ വല്ലാതെ വേദനിപ്പിച്ചപ്പോഴാണ് ഹാരിസ് ഈ പത്രസമ്മേളനം നടത്തി ഫേസ്ബുക്കിലൂടെ ഈ കാര്യങ്ങൾ പുറത്തുവിട്ടത്. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് സർ. കോഴിക്കോട് ജില്ലാ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് 10 മാസമായി സർ. ഒരു പാവപ്പെട്ടവർ ഹൃദയ ശസ്ത്രക്രിയക്ക് ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രി, അത് സർക്കാർ ആശുപത്രി ചെയ്യണമെങ്കിൽ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാം. എന്നാൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ 3 ലക്ഷം ഉറുപ്പ്യെങ്കിലും വേണം. ഒരു ആൻജിയോപ്ലാസ്റ്റിയോ ആൻജിയോഗ്രാമോ ഒക്കെ ചെയ്യണമെങ്കിൽ അത്ര ചെലവ് വരും. അപ്പൊ 3 ലക്ഷം രൂപ കയ്യിലുള്ളവന്റെ ഹൃദയം മാത്രം പണിമുടക്കിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് ആരോഗ്യരംഗം കേരളം നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഈ ചർച്ച ഇത് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറയുന്നത് സർ. ഇവിടെ എന്തുകൊണ്ടാണ് ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങുന്നത്? സർക്കാർ നൽകേണ്ടത് ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് 114 കോടി രൂപയാണ്. 114 കോടി രൂപ കൊടുക്കാണ്ട് അവർ തീരുമാനിച്ചു. ഇന്നലെ അവരുടെ ഒരു പ്രഖ്യാപനമുണ്ട്, ഇനി ഞങ്ങൾ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ സർക്കാർ ആശുപത്രികൾക്ക് വിതരണം ചെയ്യില്ല എന്നവർ പ്രഖ്യാപിച്ചു. 114 കോടി രൂപ കുടിശ്ശികയുണ്ട്, കൊടുക്കാൻ നോക്കണം ധനകാര്യമന്ത്രിന്റെ അവിടെ. പിന്നെ 594 കോടി രൂപ 594 കോടി രൂപ മരുന്ന് വിതരണക്കാർക്ക് കുടിശ്ശികയുണ്ട് സാർ. എവിടെയും മരുന്ന് കിട്ടാനില്ല ആശുപത്രിയിൽ, എല്ലാം പുറത്തേക്ക് എഴുതി കൊടുക്കാണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് കുടിശ്ശിക 1255 കോടിയാണ്. എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പം ബോർഡുണ്ട്, എന്ത് ഇവിടെ ആരോഗ്യ സുരക്ഷാ കാർഡ് എടുക്കൂല. അത് ഈ സമയത്ത് ഒരു ആരോഗ്യ രംഗത്ത് ഒരു പ്രത്യേകതയാണ്. ഉമ്മൻചാണ്ടിയും മാണിസാറും തുടങ്ങി വെച്ചതാണിത്. അന്ന് ഞങ്ങള് ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അന്നത്തെ ഗവൺമെന്റ് കുഞ്ഞാലിക്കുടി സാഹിബൊക്കെ ഇരിക്കുന്നുണ്ട്. അന്ന് പാവങ്ങളോട് കാട്ടിയ ഏറ്റവും വലിയ കാരുണ്യാണത്. ഏത് ശസ്ത്രക്രിയയും ആ വഴിയിലൂടെ ചെയ്യാമായിരുന്നു. അത് മുടങ്ങിപ്പോയി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇല്ല. ഹൃദ്യം മുടങ്ങി, 10 കോടി കൊടുക്കാനുണ്ട്. അമ്മയും കുഞ്ഞും 34 കോടി കൊടുക്കാനുണ്ട്, മുടങ്ങി. അങ്ങനെ എത്രയാണെന്നറിയോ കുടിശ്ശിക? 2000 കോടിയുടെ കുടിശ്ശികയാണ് ആരോഗ്യരംഗത്തുള്ളത്. ആരോഗ്യരംഗത്ത് 2000 കോടി. ഇതിവിടെ എപ്പോഴും ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറയാറുണ്ട്, ഗവൺമെന്റിന് പ്രയോറിറ്റി വേണം. പാവപ്പെട്ടവന്റെ ആരോഗ്യം വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത്. പ്രയോറിറ്റി കാണിക്കേണ്ടത് അവിടെയല്ലേ, അല്ലാതെ ദൂർത്ത് കാണിച്ച് വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തലല്ലോ. പ്രയോറിറ്റി കാണേണ്ടത് അവിടെയാണ്. നിങ്ങളുടെ പ്രയോറിറ്റി അവിടെ കാണുന്നില്ല. ആരോഗ്യ രംഗം ഒന്ന് നിവർന്നു നിൽക്കാൻ കഴിയാത്ത വിധം തകർന്നു വീണിരിക്കുന്നു എന്നതാണ് സർ ഇന്ന് കേരളത്തിലെ അവസ്ഥ. ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, കപ്പിത്താൻ ഉണ്ടായിട്ട് കാര്യമില്ല, കപ്പൽ മുങ്ങിപ്പോയി. ഈ കപ്പൽ പൊങ്ങൂല. ഈ കപ്പൽ പൊങ്ങാൻ കഴിയാത്ത വിധം മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സർ ഇതിൽ കാണുന്നത്. ഇതേ സമയത്താണ് ഈ ഹാരിസ് ചിറക്കലിന്റെ വർത്താനം പറയുന്നത്. അതേ സമയത്താണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം പൊളിഞ്ഞു വീണത്.
കെട്ടിടം പഴയ കെട്ടിടത്തിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തു. പണി കഴിഞ്ഞ കെട്ടിടം അപ്പുറത്തുണ്ട്. സിസ്റ്റം തകരാറിലാണ് സാർ. അതുകൊണ്ടാണ് ആ പണി കഴിഞ്ഞ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധിക്കാതെ വന്നത്. മന്ത്രിമാർക്ക് ഒഴിവില്ലാണ്ട ഉദ്ഘാടനം നിർവഹിക്കാൻ ആ രോഗികളെ അങ്ങോട്ട് മാറ്റാമായിരുന്നില്ലേ? എന്നിട്ട് അവിടെ അന്ന് അത് നോക്കണം, ഒരു പ്രത്യേകമായ കാലത്തിന്റെ പണിയാണ്. ആ സമയത്ത് നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. കോട്ടയം മെഡിക്കൽ കോളേജിൽ മറ്റൊരു മന്ത്രിയും കൂടി ഉണ്ട്. നിങ്ങൾ എന്ത് പ്രഖ്യാപിച്ചു? വീണേന്റെ ചോട്ടിൽ ഒറ്റ ആളില്ല എന്ന് പറഞ്ഞു. അവിടെ ആരുമില്ല എന്ന് പറഞ്ഞു. ഒരു പാവപ്പെട്ട രോഗി ബിന്ദു, ആ ബിന്ദു അവിടുത്തെ വാഷ്റൂമിൽ പോയി അതിൽ ശ്വാസം കിട്ടാതെ മണിക്കൂറുകളോടെ നിന്നു. നിങ്ങളോട് ആരാ പറഞ്ഞത് അതിന് ആളില്ല നിങ്ങൾ പ്രഖ്യാപിക്കാൻ? നിങ്ങൾ ആശ്വാസം കിട്ടാൻ വേണ്ടി ചാനലുകാരുടെ മുമ്പിൽ പറഞ്ഞു ആ പൊളിഞ്ഞു വീണ ബിൽഡിങ്ങിൽ ആരുമില്ല എന്ന്. അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയില്ല, രക്ഷാപ്രവർത്തനം ഉണ്ടായില്ല. 8 മണിക്കൂർ ശ്വാസം കിട്ടാതെ ആ പാവപ്പെട്ട രോഗി മരിച്ചതിന് ഉത്തരം പറയേണ്ടത് ഈ ഗവൺമെന്റ് മന്ത്രിമാരുമാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും സാർ. അതൊക്കെയാണ് നമ്മുടെ ആരോഗ്യ രംഗത്തെ സ്ഥിതി സാർ. അങ്ങനെ അവിടെ ആ വലിയ വീഴ്ച നമ്മൾ കാണുകയാണ് സാർ. ലോകത്തില് ആരോഗ്യ രംഗത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമായിരുന്നു കേരളം. അതിൽ